പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അമ്മയുടെ സ്നേഹച്ചിറക് ഈ കഥ കേൾക്കൂ. ആൽമരക്കൊമ്പിലെ കൂട്ടിൽ അമ്മക്കിളിയിട്ട മുട്ട വിരിഞ്ഞ് 3 കുഞ്ഞുങ്ങൾ കൺമിഴിച്ചു. പിങ്കി, മിങ്കി, ടിങ്കി എന്നീ പൊന്മണികളെ അമ്മയ്ക്ക് ജീവനായിരുന്നു. അവൾ അതിരാവിലെ പറന്നുപോയി പഴങ്ങളും പുഴുക്കളും ചെറുകീടങ്ങളും കൊത്തിയെടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അമ്മ വരുന്നത് നോക്കി വാ പൊളിച്ചിരിക്കുന്ന കുഞ്ഞിക്കിളികൾ അമ്മയെ കണ്ടാൽ സന്തോഷ ശബ്ദം മുഴക്കും. ഒരു ദിവസം വൈകുന്നേരം അമ്മക്കിളി പറന്നു വരുമ്പോൾ ആകാശം ഇരുണ്ടു. വലിയ കാറ്റുവീശി. മേഘങ്ങൾ കൂട്ടുകൂടി. ഇടിയും മിന്നലും തുടങ്ങി. അമ്മേ, ആകാശം പിളർന്നു പോകുമോ? ടിങ്കി ഭയന്നു ചോദിച്ചു. അമ്മേ, മഴയെത്തി മാനമെങ്ങാൻ താഴത്തു നമ്മുടെ കൂട്ടിൽ വീണാൽ ആകെ കുഴപ്പമതാകില്ലേ? ആകാശം പൊട്ടി വീണിടുമോ? അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് ഇല്ല മോളെ, മഴ വരുന്നതാണ്, ഭയക്കണ്ട, അമ്മയല്ലേ കൂടെ. പെട്ടെന്ന് മഴ പെയ്തു തുടങ്ങി. വലിയ മഴത്തുള്ളികൾ നേരെ കൂട്ടിലേക്ക് വീഴാൻ തുടങ്ങി. പിങ്കിയും മിങ്കിയും വിറച്ചു തുടങ്ങി. അമ്മക്കിളി കുട പോലെ അവരുടെ കൂടിനു മുകളിൽ പറന്നു നിന്നു. മഴത്തുള്ളികൾ അമ്മയുടെ ചിറകിൽ പതിച്ച് തെറിച്ചുപോയി. ഒരു തുള്ളി പോലും കുഞ്ഞുങ്ങളുടെ ദേഹത്ത് വീഴാൻ അമ്മ സമ്മതിച്ചില്ല. അമ്മേ, തണുത്തു വിറയ്ക്കുന്നില്ലേ? ചിറകു നനഞ്ഞു കുതിരുന്നില്ലേ? മഴത്തുള്ളി ദേഹത്തു വീണിടുമ്പോൾ നിന്നുടെ മേനി നോവുകില്ലേ? അമ്മ പുഞ്ചിരിയോടെ മറുപടി നൽകി. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമ്പോൾ എനിക്ക് തണുപ്പൊന്നും തോന്നാറില്ല. നിങ്ങളുടെ സന്തോഷം തന്നെയാണ് എൻ്റെ ചൂട്. മഴ നീണ്ടു നിന്നു. മിന്നലിൻ്റെ വെളിച്ചത്തിൽ അമ്മയുടെ ചിറകുകൾ വെള്ളത്തുള്ളികളാൽ തിളങ്ങി. ഒരു വെള്ളിമേഘം ചിറകുകൾ വിരിച്ച പോലെ തോന്നി. മഴ മാറിക്കഴിഞ്ഞപ്പോൾ സാവധാനം ചിറക് കുടഞ്ഞ് ദേഹത്ത് പറ്റിയ വെള്ളം കളഞ്ഞ ശേഷം അമ്മ കൂട്ടിലെത്തി കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു പിടിച്ചു. അമ്മച്ചിറകിന്റെ പുതപ്പിനുള്ളിൽ അവർ കുളിരകന്ന് ഇളം ചൂടിൽ മയങ്ങി. കൊടുങ്കാറ്റു വന്നാലും മാനം പൊട്ടി വീണാലും തങ്ങളെ സംരക്ഷിക്കാൻ അമ്മയുണ്ടെന്ന ആശ്വാസത്തിൽ ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ച് അമ്മയും തല ചായ്ച്ചു. ഇത് കണ്ട് തൊട്ടടുത്ത പൊത്തിലിരുന്ന് മുത്തശ്ശൻ അണ്ണാൻ പറഞ്ഞു, അമ്മച്ചിറകിനേക്കാൾ സുരക്ഷിതമായ കവചം വേറെ ഏതുണ്ട്?